2021 മോഡൽ ഹോണ്ട അമേസിൽ ആൻഡ്രോയിഡ് സെറ്റ് ഫിറ്റ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പൊതുവെ കണ്ടുവരുന്നൊരു തെറ്റിദ്ധാരണയാണ് വയർ കട്ടുണ്ടാകുമോ, വാറണ്ടിയെ ബാധിക്കുമോ എന്നത്. ഇതിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ആൻഡ്രോയിഡ് സെറ്റ് എല്ലാം തന്നെ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതിനാൽ നമുക്ക് വയർ കട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. ഹോണ്ട അമേസിൽ കമ്പനി സെറ്റ് റിമൂവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കമ്പനി സെറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാനലിൻ്റെ താഴ്വശത്തായി 2 വിടവുകളുണ്ട്. അവിടെ സ്കൂട്ടർ ഇട്ട് തിക്കിയാൽ ഫ്രണ്ടിലത്തെ പാനൽ ഇളകി വരുന്നതാണ്. പിന്നെ 4 സ്റ്റാർ സ്ക്രൂവിലാണ് കമ്പനി സെറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. 4 സ്റ്റാർ സ്ക്രൂകൾ റിമൂവ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് കമ്പനി സെറ്റ് പുറത്തെടുക്കാവുന്നതാണ്. കമ്പനി സെറ്റിൻ്റെ പുറകിൽ ആദ്യത്തേത് മെയിൻ കപ്ലെയർ. അതിലാണ് സ്പീക്കർ, കറണ്ട് മുതലായവ ഉള്ളത്. രണ്ടാമത്തെയാണ് നമ്മുടെ USB-യുടെ താഴത്തെ USB പോർട്ടിൽ നിന്ന് സെറ്റിലോട്ടുള്ള കണക്ഷൻ്റെ കപ്ലെയർ. മൂന്നാമത്തേതാണ് ആൻറ്റിന കപ്ലെയർ. ഇത് മൂന്നും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് വെളിയിലെടുക്കാവുന്നതാണ്. ഇതിൽ കാണുന്ന മഞ്ഞ പിന്ന് നമ്മൾ എക്സ്ട്രാ വലിച്ചതാണ്. അത് റിവേഴ്സ് ക്യാമറയുടെ വീഡിയോ പിന്നാണ്, വീഡിയോ കേബിളിൻ്റെ പിന്നാണത്. ഇനി നമുക്ക് വേണ്ടത് GPS-ന് വേണ്ടിയുള്ള GPS സിഗ്നൽ തരുന്ന യൂണിറ്റാണ്. ഈ യൂണിറ്റാണ് ആൻഡ്രോയിഡ് സെറ്റിന് GPS-ൻ്റെ സിഗ്നൽ തരുന്നത്. അത് ഒരു സൈഡിൽ ഡബിൾ സൈഡ് ടേപ്പുമായിട്ടാണ് വരുന്നത്. അത് ഏതെങ്കിലും ഭാഗത്ത്, അതായത് മെറ്റൽ ഭാഗത്ത് എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കണം. വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമുള്ള മെറ്റൽ ഭാഗത്ത് തന്നെ അത് ഒട്ടിച്ചു വെക്കണം. സിഗ്നൽ സ്ട്രെങ്ത് പ്ലാസ്റ്റിക് ഭാഗങ്ങളിൽ വെക്കുന്നതിനെക്കാട്ടും നല്ലതായി മെറ്റൽ ഭാഗങ്ങളിൽ വെക്കുമ്പോൾ കിട്ടിയതായി കണ്ടുവരുന്നുണ്ട്. അതിനാലാണ് മെറ്റൽ ഭാഗങ്ങളിൽ തന്നെ GPS-ൻ്റെ യൂണിറ്റ് കണക്ട് ചെയ്യണം, ഒട്ടിച്ചു വെക്കണം എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ആക്സസറീസ് പരമായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. തീർച്ചയായും റിപ്ലൈ കിട്ടുന്നതാണ്. അടുത്തതായി നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കമ്പനി USB പോർട്ടിൽ നിന്ന് ആൻഡ്രോയിഡ് സെറ്റിലേക്കുള്ള കണക്ഷനാണ്. അതായത് ആൻഡ്രോയിഡ് സെറ്റിൻ്റെ അകത്ത് USB പോർട്ട് വരുന്നുണ്ട്. അത് എക്സ്റ്റേണലായിട്ട് ഇടുന്ന കേബിളാണ് വരുന്നത്. അതിനെ നമ്മൾ ഇൻറ്റേർണലിൽ തന്നെ ഉള്ള, അതായത് കമ്പനി വരുന്ന വണ്ടിക്ക് ഉള്ളിൽ തന്നെ ഉള്ള USB പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളാണ് അത്. അതൊരു കപ്ലെയറാണ്. അതായത് USB കപ്ലെയറിനെ കണക്ട് ചെയ്യുന്ന ഒരു കപ്ലെയർ. ആ കപ്ലെയർ കണക്ട് ചെയ്തിട്ട് ഈ കപ്ലെയറിൻ്റെ ഇങ്ങേയറ്റം ആൻഡ്രോയിഡ് സെറ്റിൽ കണക്ട് ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കണക്ട് ചെയ്യേണ്ടത് റിവേഴ്സ് ക്യാമറയുടെ ലൈൻ സെറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന കപ്ലെയറാണ്. അതിൽ ഒരു റെഡ് വയർ കാണാൻ സാധിക്കും. അതാണ് റിവേഴ്സ് ക്യാമറയുടെ കൺട്രോൾ വരുന്നത്, അതായത് കറണ്ട് വരുന്നത്. റിവേഴ്സ് ഗിയർ ഇടുമ്പോൾ ആ വയറിലാണ് കറണ്ട് വരുന്നത്. അത് സെറ്റിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി സെറ്റിൻ്റെ കപ്ലെയറിൽ തന്നെ, അതായത് വണ്ടിയുടെ കപ്ലെയറല്ല, നമ്മൾ വെക്കുന്ന ആൻഡ്രോയിഡ് സെറ്റിൻ്റെ കപ്ലെയറിൽ കണക്ട് ചെയ്യേണ്ടതാണ്. ആ ചുവന്ന കേബിൾ ആൻഡ്രോയിഡ് സെറ്റിൻ്റെ കപ്ലെയറിൽ റിവേഴ്സ് എന്നെഴുതിയേക്കുന്ന ഒരു ബ്രൗൺ കളറുള്ള വയറുമായി കണക്ട് ചെയ്യണം. ഇതാണ് ആൻഡ്രോയിഡ് സെറ്റിൽ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട കപ്ലെയർ. അതിൻ്റെ ഒരു ഭാഗം വണ്ടിയുടെ കപ്ലെയറുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. മാരുതിയുടെ കപ്ലെയർ ഹോണ്ടയിലും, ഹോണ്ടയുടെ കപ്ലെയർ മാരുതിയിലും കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അതിനാലാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിൽ വയർ കട്ടിങ് വരുന്നില്ല. ഇപ്പോൾ കട്ട് ചെയ്യുന്ന വയർ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സെറ്റിൽ നിന്ന് ക്യാമറയിലേക്കുള്ള കണക്ഷനാണ്. അതിനാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ വയറുകൾ യാതൊന്നും കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ക്യാമറയുടെ കണക്ഷൻ ഓക്കെ ആയി. ഇനി നമുക്കൊന്നത് ടേപ്പ് ചെയ്ത് വെക്കാം.
അടുത്ത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ആൻറ്റിനയുടെ കപ്ലെയറാണ്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ കപ്ലെയർ തന്നെയാണ്, കുത്തിയാൽ മാത്രം മതി. അതിൻ്റെ ബാക്കി കണക്ഷൻസ് എല്ലാം ഓൾറെഡി അതിൻ്റെ കപ്ലെയർ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ കപ്ലെയറുമായി ആൻഡ്രോയിഡ് സെറ്റിൻ്റെ കപ്ലെയർ കണക്ട് ചെയ്യുന്നു. ബാക്കി എല്ലാ വയറുകളും, അതായത് GPS, USB, ക്യാമറ, മെയിൻ കപ്ലെയർ എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുന്നു. കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാ കപ്ലെയറും എല്ലാ വയറുകളും ചെക്ക് ചെയ്ത ശേഷം ആൻഡ്രോയിഡ് സെറ്റ് കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രോയിഡ് സെറ്റ് കണക്ഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കമ്പനി സെറ്റ് നമ്മൾ അഴിച്ചെടുക്കുന്ന അത്രയും പോലും ബുദ്ധിമുട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാനില്ല. കാരണം അത് ഓരോ വണ്ടിക്കും ഓരോ സെറ്റുകളായിട്ടാണ് വരുന്നത് കൊണ്ട് തന്നെ ഫിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അമേസിൽ വരുന്ന കമ്പനി സെറ്റിനകത്തിൽ വരുന്ന USB പോർട്ട് വർക്ക് ചെയ്യുന്നോ ഇല്ലയെന്നുള്ള ആദ്യത്തെ ചെക്കിംഗ് ആണ് നോക്കുന്നത്. USB കണക്ട് ചെയ്ത് നോക്കി, വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പാട്ടിട്ട് നോക്കി, എല്ലാം ഓക്കെയാണ്. വീഡിയോ ഇട്ട് നോക്കി, വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. മറ്റ് സെറ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല സെറ്റാണിത്. ആഫ്റ്റർ മാർക്കറ്റിൽ 10,000 രൂപ മുതൽ 28,000 രൂപ വരെ ആൻഡ്രോയിഡ് സെറ്റുകൾ അവൈലബിൾ ആണ്. ഇനി നമുക്ക് റിവേഴ്സ് ഗിയർ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. കമ്പനി സെറ്റിൻ്റെ അകത്ത് വരുന്ന ക്യാമറയേക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല ക്ലാരിറ്റിയാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സെറ്റിന് 15,000 രൂപയാണ് ക്യാമറ ഉൾപ്പെടെയുള്ള ചിലവ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.